الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഒരധ്യായത്തിൽ അതിനോട് അനുബന്ധമായ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. വകുല്ലു വാഹിദിൻ മിനൽ ഫിഅലി വത്തർക്കി അൽ ഇഖ്തിയാരിയൈനി ഇന്നമാ യുഅ്സിറുഹുൽ ഹയ്യു ലിമാ ഫീഹി മിൻ ഹുസൂലിൽ മൻഫഅ അല്ലതി യൽതദു ബിഹുസൂലിഹ. ഇമാം അവറുകൾ പറയുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം ഉപേക്ഷിക്കുന്നതാകട്ടെ, സ്വയം ഇഷ്ടപ്രകാരം ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വേറൊരു കാര്യം ഉപേക്ഷിക്കുന്നു. ഇത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ഒരു കാര്യം ചെയ്യണം എന്നത് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത് ലിമാ ഫീഹി മിൻ ഹുസൂലിൽ മൻഫഅ, അതിലെന്തെങ്കിലും നേട്ടം ഉണ്ട് എന്നുള്ള കാരണത്താലാണ്. അല്ലത്തി യൽതദു ബിഹുസൂലിഹ, ആ നേട്ടം ലഭിക്കുമ്പോൾ അത് മുഖേന അവനക്കൊരു ആസ്വാദനമുണ്ടാകും, ഒരു സുഖമുണ്ടാകും, അതിനു വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മുഖേന എനിക്കൊരു നേട്ടമുണ്ടാകും, അതിലൂടെ എനിക്കൊരു ആസ്വാദനമുണ്ടാകും. അതിനാണ് ഒരു കാര്യം സ്വയം ഇഷ്ടപ്രകാരം ഒരാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഔ സവാലിൽ അലമില്ലദീ യഹ്സുലു ലഹു ശിഫാഉ ബിസവാലി, അല്ലെങ്കിൽ ഒരു വേദന നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നില്ല, അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്നുണ്ടാവും, ഒരു പ്രയാസമുണ്ടാകും, ഒരു വേദനയുണ്ടാകും. അപ്പോൾ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ആ പ്രയാസം ഉണ്ടാകാതിരുന്നാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, അത് മുഖേന അവന് ശമനം ലഭിക്കും. വലിഹാദ യുഖാൽ, അതുകൊണ്ടാണ് സാധാരണ പറയപ്പെടലുണ്ട്, ഷഫാ സദ്റഹു വ ഷഫാ ഖൽബഹു, മനസ്സിന് സമാധാനമായി, ശമനം ലഭിച്ചു, ഹൃദയത്തിന് സന്തോഷം ലഭിച്ചു എന്നെല്ലാം സാധാരണ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം ഇഷ്ടത്തോടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷം കിട്ടാനാണ്, മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെ ഉപേക്ഷിക്കുന്നതാകട്ടെ, എന്താണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം? സമാധാനം കിട്ടലാണ്, മനസ്സിന് സമാധാനം കിട്ടലാണ്.
ഒരു കവിയുടെ വാക്യം ഇമാം അവർകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിയ ഷിഫാഉൽ ലിദാഇ ലൗ ലഫിർതു ബിഹാ വലൈസ മിൻഹാ ഷിഫാഉദ് ദാഇ മബ്ദൂലു. അവൾ എനിക്ക് ശമനമാണ്, എൻ്റെ രോഗത്തിന് ശമനമാണ് അവൾ എനിക്ക് ലഭിച്ചാൽ, അവളിൽ നിന്നുള്ളതായ ശമനം അത് വലിയ പ്രയാസങ്ങൾ നേരിടാതെ ത്യജിക്കാതെ ലഭിക്കുന്നതാണ് എന്നെന്ത് ചെയ്യാണ് ഒരു കവി. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി മുഖേന അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തുണ്ടു, സമാധാനം കിട്ടുന്നു, ശമനം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിനുശേഷം ഇമാം അവർകൾ ഇതിനെ വിശദീകരിക്കുകയാണ്, ഈ ഒരു തത്വത്തെ. വഹാദ മത്ലൂബുൻ, ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു തേട്ടം തന്നെയാണ്, ഒരു മനുഷ്യനാവശ്യമുള്ള കാര്യമാണിത്. അതായത് മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ളത്. യുസിറുഹുൽ ആഖിലു, ഏത് ബുദ്ധിയുള്ളയാളും അങ്ങനെയാണ്. സമാധാനം കിട്ടുന്ന കാര്യം ചെയ്യും. എടുങ്ങേറുകളില്ലാത്ത കാര്യം അത് മുഖേന എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും. ഇത് ഏത് ബുദ്ധിയുള്ള ആളും ചെയ്യുന്ന കാര്യമാണ്, ശരിയായ കാര്യമാണത്. എന്നല്ല ബലിൽ ഹയവാനുൽ ബഹീം, നാൽക്കാലികൾ വരെയും അങ്ങനെയാണ്. നാൽക്കാലികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേട്ടമുള്ള കാര്യമാണ് അവർ ചെയ്യുക. ഏതെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യൂല, അത് പ്രവർത്തിക്കുകയില്ല. വലാകിൻ, എന്നാൽ യഗ്ലതു ഫീഹി അക്സറുൻ നാസി ഗലതൻ ഖബീഹ, ഈ വിഷയത്തിൽ ധാരാളം ജനങ്ങൾ വലിയ അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട്. നാൽക്കാലികൾ വരെയും ഇതിൽ സൂക്ഷ്മത പാലിക്കുന്നുണ്ടെങ്കിലും ധാരാളം ആളുകൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട്, വളരെ മോശപ്പെട്ട അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? ഫയഖ്സിദു ഹുസൂലൽ ലദ്ദതി, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യൻ അവൻ ലദ്ദത്ത് ലഭിക്കാൻ അവൻ ലക്ഷ്യം വയ്ക്കുന്നു, ഒരു ആസ്വാദനം കിട്ടണം, ഒരു സുഖം കിട്ടണം, അതിനൊരാൾ ലക്ഷ്യം വയ്ക്കുന്നു. എന്തുകൊണ്ട്? ബിമാ യുഅഖിബു അലൈഹി അഅ്ദമൽ അലം, ആ സുഖം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന് തൊട്ട് പിന്നാലെ വരുന്നത് എന്തായിരിക്കും? കഠിനമായ വേദനയായിരിക്കും. അതെന്ത് ചെയ്യുന്നില്ല, ഇവ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കഠിനമായ വേദന പിന്നീട് ഉണ്ടാകാൻ ഇടയാക്കുന്ന ഒരു കാര്യം, പക്ഷെ ഇപ്പം എന്ത് ചെയ്യും, ഒരു സുഖം കിട്ടും എന്നുള്ളതിനാൽ അവനത് എന്ത് ചെയ്യുന്നു, അതിനെ ലക്ഷ്യം വെച്ച് ചെയ്യുന്നു. ഫയുഇലിമു നഫ്സഹു, അത് മുഖേന അവൻ അവൻ്റെ നഫ്സിനെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്, വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിൻ ഹൈസു യദുന്നു അന്നഹു യുഹസ്സിലു ലദ്ദതഹ, അവൻ കരുതുന്നത് ഇത് എന്ത് ചെയ്യും, സന്തോഷം കൊണ്ടുതരും, ആസ്വാദനം ഉണ്ടാക്കുമെന്നാണ്. വയഷ്ഫി ഖൽബഹു, അവൻ്റെ ഹൃദയത്തിന് ശമനം ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ബിമാ യുഅഖിബു അലൈഹി ഗായത്തൽ മറദി, പക്ഷെ എന്ത് ചെയ്യുന്നു, അത് അങ്ങേയറ്റത്തെ രോഗത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് അതിന് ശേഷം അവനക്ക് നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് മുഖേന അവൻ യഥാർത്ഥത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വഹാദ ശഅ്നു മൻ ഖസറ നദറഹു, ഇത് ആർക്കാണ് ഈ അബദ്ധം പണഞ്ഞിരിക്കുന്നത്? ഇത് വഹാദ ശഅ്നു മൻ ഖസറ നദറഹു, വഹാദ ശഅ്നു മൻ ഖസറ നദറഹു അലൽ ആജിൽ, ഈ അബദ്ധം പിണഞ്ഞിരിക്കുന്നത് ആജിലിലേക്ക് നോക്കുന്ന ആളുകൾക്കാണ്. ആജിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ദുനിയാവിൻ്റെ നേട്ടങ്ങൾ, അതാണ് ആജിലിയായ ലോകം, പെട്ടെന്നുള്ള സുഖം, അതിനെ മാത്രം ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇത് ഈ അപകടം പിണഞ്ഞിരിക്കുന്നത്. വലം യുലാഹിദിൽ അവാഖിബ്, അതിൻ്റെ അനന്തരഫലങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല, നിരീക്ഷിക്കാതെ പെട്ടെന്നുള്ള നേട്ടം എന്താണ് എന്ന് മാത്രം നോക്കുന്ന ആളുകൾക്കാണ് ഈ അബദ്ധം പിണയുക. എന്നാൽ വഖാസ്വത്തുൽ അഖൽ, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്, ബുദ്ധിയുടെ നേട്ടം എന്താണ്? അന്നദറു ഫിൽ അവാഖിബ്, ഒരു കാര്യം പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് മുഖേന അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് നോക്കുക എന്നുള്ളതാണ് എന്ത്, ബുദ്ധിയുടെ നേട്ടം. ഫഅഖലുന്നാസി, അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ മൻ ആഥറ ലദ്ദതഹു വറാഹതഹു ഫിൽ ആജിലതി അദ്ദായിമതി, എന്നെന്നും നിലനിൽക്കുന്ന പിന്നീട് ലഭിക്കാനുള്ളതായ സുഖവും സന്തോഷത്തെയും തിരഞ്ഞെടുക്കുന്നവനാണ് ആര്? ബുദ്ധിയുള്ളവൻ. അവസാനം, അന്ത്യം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷവും സമാധാനത്തെയും എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുന്നവനാണ്, അതിന് പ്രാമുഖ്യം കൊടുക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും എന്ത് ചെയ്യുക, ബുദ്ധിയുള്ളവൻ. ഏതിനേക്കാൾ? അലൽ ആജിലത്തിൽ മുൻഖളിയത്തി സായില, പെട്ടെന്ന് അവസാനിക്കുന്ന നീങ്ങിപ്പോകുന്ന ഈ ദുനിയാവിൻ്റെ സുഖങ്ങളെക്കാൾ എന്നെന്നും നിലനിൽക്കുന്ന
ആസ്വാദനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ. എന്നാൽ വഅസ്ഫഹുൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും വിഡ്ഢിയാരാണ്, ബുദ്ധിയില്ലാത്തവൻ ആരാണ്? മൻ ബാഅ നഈമൽ അബദി വതയ്യിബൽ ഹയാത്തിദ് ദായിമതി വല്ലദതൽ ഉദുമാ, എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ എന്നെന്നും നിലനിൽക്കുന്നതായ സന്തോഷകരമായ ജീവിതം, ഏറ്റവും ഉന്നതമായ ആസ്വാദനങ്ങൾ, അതിന് വിറ്റുകളയുന്നവനാണ് വിവരമില്ലാത്തവൻ. അല്ലത്തി ലാ തൻഗീസ ഫീഹാ വലാ നഖ്സ ബിവജ്ഹിമ, എന്നെന്നും അവശേഷിക്കുന്ന ആ സൗഭാഗ്യങ്ങളാകട്ടെ അതിന് ഒരു തരത്തിലുള്ള ന്യൂനതകളുമില്ലാത്തതാണ്. ആഖിറത്തിലെ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ, അതിലെ വിഭവങ്ങൾ, അതിന് യാതൊരുവിധ ന്യൂനതകളുമില്ലാത്തതാണ്. അതിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? വിറ്റുകളയുന്നു. എന്തിനു പകരം? ബിലദ്ദത്തിൻ മുൻഖദിയത്തിൻ മശൂബത്തിൻ ബിൽ ആലാമി വൽ മഖാവിഫ്, എന്തിനു പകരമായിട്ട്? പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട്. അതാകട്ടെ മശൂബത്തിൻ ബിൽ ആലാമി വൽ മഖാവിഫ്, ഈ ദുനിയാവിലെ ഈ സുഖങ്ങൾ അവന് ലഭിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? അത് കഠിനമായ വേദനകൾ സഹിക്കേണ്ടി വരും, പേടി അനുഭവിക്കേണ്ടി വരും. ഇതാരെങ്കിലും അറിയുമോ, കാണുമോ? പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനോട് കൂടിയിട്ടാണ് ഈ നൈമിഷികമായ സുഖം ഒരാൾക്ക് ലഭിക്കുക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കാലാകാലം നിലനിൽക്കുന്ന ഏറ്റവും ഉന്നതമായ സൗഭാഗ്യങ്ങൾ എന്ത് ചെയ്യുന്നു? വിറ്റുകളയുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. മാത്രമല്ല വഹിയ സരീഅത്തു സവാലി വശീഖത്തുൽ ഇൻഖിളാ, ദുനിയാവിന്റെ ഈ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സുഖങ്ങൾ അത് വളരെ വേഗതയിൽ നീങ്ങിപ്പോകുന്നതാണ്. വശീഖത്തുൽ ഇൻഖിളാ, വളരെ വേഗതയിൽ എന്ത് ചെയ്യുന്നതാണ്? ഇല്ലാതെയായി പോകുന്നവളാണ് ദുനിയാവിന്റെ സൗഭാഗ്യങ്ങൾ, സുഖങ്ങൾ. എന്നിട്ട് ഇമാം അവർ വീണ്ടും പറയുകയാണ്, ഖാല ബഅദുൽ ഉലമാ, ചില ഉലമാക്കൾ പറഞ്ഞു, ഫക്കർതു ഫീമാ യസ്ആ ഫീഹിൽ ഉഖല, ബുദ്ധിമാന്മാരായ കുറെ ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത് എന്നതിനെ കുറിച്ച്. ചില ഉലമാക്കൾ പറയുകയാണ്, ബുദ്ധിയുള്ള പല ആളുകളെ കുറിച്ചും ഞാൻ ചിന്തിച്ചു, അവരെന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, പരിശ്രമിക്കുന്നത് എന്ന് ഞാൻ നോക്കി. ഫറഅയ്തു സഅയഹും കുല്ലിഹിം ഫീ മത്ലൂബിൻ വാഹിദിൻ, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ മുഴുവൻ എല്ലാവരുടെയും പരിശ്രമങ്ങൾ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. വഇനിഖ്തലഫത് തുറുഖുഹും ഫീ തഹ്സീലി, അത് നേടാനുള്ള വഴികൾ എന്തുണ്ട്? വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എല്ലാ ബുദ്ധിയുള്ള ആളുകളുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. റഅയ്തുഹും ജമീഅഹും, അവരെ മുഴുവനും ഞാൻ കണ്ടു. ഇന്നമാ യസ്ഔന ഫീ ദഫ്ഇൽ ഹമ്മി വൽ ഗമ്മി അൻ നുഫൂസിഹിം, അവരെല്ലാം പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനക്ലേശങ്ങൾ നീക്കണം, മനസ്സിലുള്ള പ്രയാസങ്ങൾ ഇല്ലാതെയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ മുഴുവനും ചെയ്യണത്, പണിയെടുക്കുന്നത്. സന്തോഷം കിട്ടണം, അത് തന്നെ. അപ്പൊ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യന്മാരും പണിയെടുക്കുന്നത്, പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീക്കുക, എന്നിട്ട് സന്തോഷകരമാക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പണിയെടുക്കുന്നത്. എന്നാൽ ഫഹാദാ ബിൽ അക്ലി വശുർബ്, ചില ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് നല്ല നല്ല ഭക്ഷണങ്ങളും പാനീയങ്ങളും കുടിക്കുന്നതിലൂടെയും തിന്നുന്നതിലൂടെയുമാണ്. വഹാദാ ബി തിജാറത്തി വൽ കസ്ബി, വേറെ ചില ആളുകൾ കച്ചവടം ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അതിലൂടെ പ്രയാസങ്ങൾ നീക്കാം, സന്തോഷം കിട്ടും, സൗഭാഗ്യം കിട്ടും എന്നാണ് വേറെ ചില ആളുകൾ കരുതുന്നത്. വഹാദാ ബിൻ നിക്കാഹി, വേറെ ചില ആളുകൾ നിക്കാഹിലൂടെയാണ്, വിവാഹത്തിലൂടെയാണ് സന്തോഷം തേടുന്നത്. വഹാദാ ബി സമാഇൽ ഗിനാഇ വൽ അസ്വാത്തിൽ മുത്രിബ, വേറെ ചില ആളുകൾ പാട്ട് കേൾക്കുന്നു, അതേപോലെ തന്നെ ചില ചില ശബ്ദങ്ങളിലൂടെ, ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആസ്വാദനം കണ്ടെത്തുന്നത്. വഹാദാ ബില്ലഹ്വി വല്ലഅബി, വേറെ ചില ആളുകൾ കളിക്കുന്നു, കളിയിലൂടെയും തമാശയിലൂടെയും എന്ത് ചെയ്യുന്നു? സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു, മനസ്സിന്റെ പ്രയാസങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഹാദൽ മത്ലൂബു മത്ലൂബുൽ ഉഖല, ഈ പറഞ്ഞ ലക്ഷ്യം എന്ത് തന്നെയാണ്? ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം തന്നെയാണ്, തേട്ടം തന്നെയാണ്. ബുദ്ധിയുള്ളവരുടെ ലക്ഷ്യം തന്നെയാണ് ഇത്, മനസ്സിന് സമാധാനം കിട്ടുക, പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളത്. എന്നാൽ വലാകിന്ന തുറുഖ കുല്ലഹാ ഗൈറു മുവസ്സലത്തിൻ ഇലൈഹി, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ല. ബൽ ലഅല്ല അക്സറഹാ ഇന്നമാ യുവസ്സിലു ഇലാ ദുദ്ദിഹി, എന്നല്ല അവകളിൽ അധികം മാർഗങ്ങളും അതിന് നേരെ വിപരീതമായതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. സന്തോഷമാണ് അവരുടെ ലക്ഷ്യമെങ്കിലും പക്ഷെ അതിന്റെ പരിണിതി എന്തായിരിക്കും?
അതിന് വിപരീതമായതായിരിക്കും. വലം അറ ഫീ ജമീഇ ഹാദിഹി തുറുഖി ത്വരീഖൻ മുവസ്സിലതൻ ഇലൈഹി, ഈ പറയുന്ന മാർഗങ്ങളിൽ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവനെ എത്തിക്കുന്ന ഒരു വഴി ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലൽ ഇഖ്ബാല അലല്ലാഹി വഹദ, ഏതല്ലാതെ ഒറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹുവിനെ തിരിച്ചറിയുക, അവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവനിലേക്ക് അടുക്കുക, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതല്ലാതെ മനസ്സിന് സമാധാനം കിട്ടാൻ, ദുഃഖങ്ങൾ അകറ്റാൻ വേറെ ഒരു പണിയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇമാം മറൂർ പറയാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഏതൊരു മനുഷ്യനും സന്തോഷം കിട്ടണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ഖുർആൻ പറഞ്ഞതുപോലെ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് ലഭിച്ചാൽ, ഫമനിത്തബഅ ഹുദായ, എൻ്റെ മാർഗത്തെ ആരാണോ പിന്തുടരുന്നത്, ഫലാ യദില്ലു, അവൻ വഴിതെറ്റിപ്പോവുകയില്ല, വലാ യഷ്ഖ, അവൻ എന്ത് ചെയ്യില്ല, പരാജയപ്പെടുകയില്ല, വിജയത്തിലെത്തും, അവൻ സൗഭാഗ്യത്തിലെത്തും. മൻ അമില സ്വാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണോ, വഹുവ മുഅ്മിനുൻ, നല്ല വിശ്വാസത്തോടു കൂടിയിട്ട്, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവനാണ് സുഖകരമായ സന്തോഷമുള്ള ജീവിതം നാം എന്ത് ചെയ്യും, അവന് കൊടുക്കും. അപ്പൊ ഈ ഒരു മാർഗമല്ലാതെ വേറൊരു മാർഗത്തെയും എന്ത് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇമാം മറൂർ പറയാണ്, വമുആമലതഹു വഹദ, അവനുമായിട്ടുള്ള ഇടപാടുകൾ എന്ത് ചെയ്യുക, നന്നാക്കുക. വഈസാറ മർദാതിഹി അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അവന്റെ തൃപ്തി എന്താണോ അത് തിരഞ്ഞെടുക്കുക. ഇത് തന്നെയാണ് എന്ത്, ദുഃഖങ്ങൾ അകറ്റാനും സന്തോഷം കിട്ടാനുമുള്ള ഏകമാർഗം. എന്നിട്ട് ഇമാം മറൂർ പറയുകയാണ്, ഫഇന്ന സാലിക ഹാദ ത്വരീഖി, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവനുമായിട്ടുള്ള മുആമലാത്തുകൾ ഇടപാടുകൾ നന്നാക്കുക. ഈ വഴിയിലൂടെ ഒരാൾ സഞ്ചരിച്ചാൽ ഇൻ ഫാതഹു ഹദ്ദുഹു മിനദ്ദുനിയാ, അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ദുനിയാവിന്റെ വിഭവങ്ങൾ ചിലപ്പോൾ അവനക്ക് എന്ത് ചെയ്തേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടാലും ഫഖദ് ളഫിറ ബിൽ ഹദ്ദിൽ ആലി, വളരെ ഉന്നതമായ ഹവ്വ്, ഓഹരി എന്ത് ചെയ്തിട്ടുണ്ട്, ഓഹരി കൊണ്ട് അവൻ വിജയം കൈവരിച്ചവനാണ്. അല്ലദീ ലാ ഫൗത മഅഹ, അത് കിട്ടിയ പിന്നെന്തില്ല, അവന് നഷ്ടമേ ഇല്ല. അപ്പൊ ദുനിയാവിന്റെ എന്തെങ്കിലും വിഭവങ്ങൾ അവന് ഈ മാർഗത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ദുനിയാവിയായ വിഭവങ്ങളിൽ. പക്ഷെ അവൻ കരഗതമാക്കിയിരിക്കുന്നത് എന്താണ്, എന്നെന്നും നിലനിൽക്കുന്ന ഏറ്റവും ഉന്നതമായ ഓഹരിയാണ് അവനക്ക് ആഖിറത്തിൽ ലഭിക്കുക. അത് ലഭിച്ചാൽ പിന്നെന്തില്ല, അവനക്ക് പരാജയമില്ല. വൈൻ ഹസല ലിൽ അബ്ദി ഹസല ലഹു കുല്ലു ഷൈഇൻ, ഇത് അവന് കരഗതമാക്കിയാൽ അതെന്ത് ചെയ്തു, അവന് മുഴുവൻ കാര്യങ്ങളും ലഭിച്ചു എന്നുള്ളതാണ്. വൈൻ ഫാതഹു കുല്ലു ഷൈഇൻ, ഈ മാർഗം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്തു, മുഴുവനും നഷ്ടപ്പെട്ടു. വൈൻ ളഫിറ ബിഹദ്ദിഹി മിനദ്ദുനിയ, ഇതിനോടുകൂടെ ദുനിയാവിന്റെ ഹദ്ദും ഒരാൾക്ക് കിട്ടിയാലോ, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവും ചിലപ്പോൾ എന്ത് ചെയ്യും, കൊടുക്കും. അതും കിട്ടിയാൽ നാലഹു അലാ അഹ്നഇൽ വുജൂഹി, ഏറ്റവും ഏറ്റവും നല്ല ആശംസകര, ഏറ്റവും പ്രശംസനീയമായ നിലയിലുള്ള നേട്ടമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവൻ കൈവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫലൈസ ലിൽ അബ്ദി അൻഫഉ മിൻ ഹാദിഹി തുറുഖി, വഴികളിൽ മാർഗങ്ങളിൽ ഇതിനേക്കാൾ പ്രയോജനപ്രദമായ ഒരു മാർഗവും ഒരു അടിമക്കില്ല. വലാ ഔസലു മിൻഹാ ഇലാ ലദ്ദതിഹി വബഹ്ജതിഹി വസആദതിഹി വബില്ലാഹി തൗഫീഖ്, ഒരാൾക്ക് സന്തോഷവും ലദ്ദത്തും ആഹ്ലാദവും അതേപോലെ തന്നെ വിജയത്തിലേക്കുമെല്ലാം ഒരാളെ എത്തിക്കുന്ന വേറൊരു മാർഗവും ഇല്ല, ഒരാൾക്ക് ലഭിക്കാനില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കുക, അവനുമായിട്ടുള്ള ഇടപാടുകൾ എന്ത് ചെയ്യുക, ശരിയാക്കി അവനുമായിട്ട് ഇടപാട് നടത്തുക, അവന്റെ തൃപ്തി തേടുക, അവന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കുക. ഇതാണ് ശരിയായിട്ടുള്ളതായ മാർഗം. അതിനുശേഷം ഇമാം അവറുകൾ വീണ്ടും ഇതിനെ തന്നെ വിശദീകരിക്കുകയാണ്. സ്നേഹവുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുകയാണ്. വൽ മഹബൂബ് ഖിസ്മാൻ, സ്നേഹിക്കപ്പെടുന്നവർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് മഹബൂബുൻ ലി നഫ്സി, മഹബൂബുൻ ലി നഫ്സിഹിയാണ്, അതായത് അവനെ സ്നേഹിക്കുന്നത് അവനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ്, അവന് വേണ്ടിയിട്ട് തന്നെയാണ് അവനെ സ്നേഹിക്കണേ, വേറെ ആൾക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കുന്നതല്ല. അതാരാണ്? അള്ളാഹുവാണ്.
അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അവന് വേണ്ടിയിട്ടാണ്, അവനെ മാത്രമാണ് ഇവന്റെ ലക്ഷ്യം. വ മഹബൂബുൻ ലിഗൈരിഹി, മറ്റൊരു ഇനം എന്താണ്, വേറൊരാൾക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവരാണ്. അത് അള്ളാഹുവിന് പുറമെയുള്ളവരാണ്. അപ്പോൾ സ്വന്തം നഫ്സിന് വേണ്ടിയിട്ട് സ്നേഹിക്കപ്പെടുന്നവൻ ആരാണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അവന് വേണ്ടി തന്നെയാണ്. അവന്റെ ഔന്നത്യത്തിന് വേണ്ടിയിട്ട്, അവന്റെ ഔന്നത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അവന്റെ വളരെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവനെ സ്നേഹിക്കുന്നു. വേറൊരാൾക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കപ്പെടുന്നത് അതാരാണ്? അള്ളാഹുവിന് പുറമെ സ്നേഹിക്കപ്പെടുന്നവരാണ്. വൽ മഹബൂബു ലിഗൈരിഹി ലാ ബുദ്ദ അൻ യൻതഹിയ ഇലൽ മഹബൂബി ലിനഫ്സിഹി. മഹബൂബുൻ ലിഗൈരിഹി, അതായത് വേറൊരാൾക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവൻ അതിന്റെ അറ്റം എവിടെ എത്തണം? ശരിക്കും മഹബൂബുൻ ലിനഫ്സിഹിൽ എത്തണം. അതായത് ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. ദഫ്അൻ ലിത്തസൽസുലിൽ മുഹാൽ, അസാധ്യമായ ഒരു ചങ്ങല ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരാൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ അവസാനിച്ചു. അതാണ് അവന്റെ ലക്ഷ്യം. വകുല്ലു മാ സിവൽ മഹബൂബിൽ ഹഖ്, മഹബൂബുൽ ഹഖ് അർഹമായിട്ട് സ്നേഹിക്കപ്പെടുന്നവന് ഒഴികെയുള്ള ബാക്കിയുള്ള സ്നേഹിതർ ഫഹുവ മഹബൂബുൻ ലിഗൈരിഹി, മഹബൂബുൻ ലിഗൈരിഹിയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ സ്നേഹിക്കപ്പെടുന്നവരെല്ലാം വേറൊരാൾക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവനാണ്, വേറൊരു കാര്യത്തിന് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവരാണ്. വലൈസ ശൈഉൻ യുഹബ്ബു ലിദാതിഹി ഇല്ലല്ലാഹു വഹദഹ, ഇല്ലല്ലാഹു വഹദഹ, ഒരു വസ്തുവും സ്നേഹിക്കപ്പെടുകയില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയല്ലാതെ? അള്ളാഹുവിനല്ലാതെ. അങ്ങനെ സ്നേഹിക്കപ്പെടാൻ അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. വകുല്ലു മാ സിവാഹു, അവന് പുറമെയുള്ള സകലതും, മിമ്മാ യുഹബ്ബു, സ്നേഹിക്കപ്പെടുന്നവകളിൽ അവന് പുറമെയുള്ള സകലതും, ഫഇന്നമാ മഹബ്ബതുഹു തബഉൻ ലിമഹബ്ബതി അർറബ്ബി തബാറക വതആല, അവരോടുള്ള സ്നേഹം മുഴുവൻ എന്തായിരിക്കും? റബ്ബ് തബാറക വതആലയുടെ താബി ആയിട്ട് അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള സ്നേഹമായിരിക്കും. ഏതുപോലെ കമഹബ്ബത്തി മലായിക്കത്തി, അള്ളാഹുവിന്റെ മലായിക്കത്തിനെ സ്നേഹിക്കുന്നു, അത് അള്ളാഹുവിന്റെ ഓടുള്ള സ്നേഹത്തിന്റെ താബിയാണ്, അതിനെ പിന്തുടർന്നുകൊണ്ടാണ്. അതുപോലെ ഔലിയാഹി, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, വലിയകളെ സ്നേഹിക്കുന്നു. ഇവരോടുള്ള സ്നേഹം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്നേഹമല്ല, പിന്നെന്തിനാണ്? അള്ളാഹു അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഫഇന്നഹാ തബഉൻ ലിമഹബ്ബതിഹി സുബ്ഹാന, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പിന്തുടർച്ച മാത്രമാണെന്ത്? മലായിക്കത്തിനോടും അമ്പിയാക്കളോടും സാലിഹ്യങ്ങളോടുമുള്ള സ്നേഹം. വഹിയ മിൻ ലവാസിമി മഹബ്ബതി, എന്നല്ല, അമ്പിയാക്കളെയും സാലിഹ്യങ്ങളെയും എല്ലാം സ്നേഹിക്കുന്നത് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആരെ സ്നേഹിച്ചിരിക്കണം? അമ്പിയാക്കളെയും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്പിയാക്കളെയും മലായിക്കത്തിനേക്കും സ്നേഹിച്ചിരിക്കണം. അള്ളാഹു സ്നേഹിച്ചവകളെ സ്നേഹിച്ചിരിക്കണം. കാരണം ഫഇന്ന മഹബ്ബത്തൽ മഹബൂബി തൂജിബു മഹബ്ബത മാ യുഹിബ്ബുഹു, ഒരാൾ ഒരു സ്നേഹിതനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നിർബന്ധമാക്കി തീർക്കും. അവൻ എന്തിനെയെല്ലാം സ്നേഹിക്കുന്നോ അവകളെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമാക്കി തീർക്കും. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്തിനെയെല്ലാം സ്നേഹിക്കുന്നുവോ അതിനെല്ലാം അവൻ എന്ത് ചെയ്തിരിക്കണം? സ്നേഹിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്നേഹത്തെ ഇമാം അവറുകൾ രണ്ടായി വേർതിരിച്ചു. ഒന്ന് അസ്ലിയായ സ്നേഹം, അടിസ്ഥാനപരമായ സ്നേഹം, ഇതാർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. മറ്റൊന്ന് ഫറഈയായ സ്നേഹമാണ്, അതിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നതായ സ്നേഹമാണ്. അതെന്താണ്? അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, അവന്റെ ഈമാൻ സ്വഹീഹാകണമെങ്കിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹത്തെ ഞാൻ ചോദിക്കുകയാണ്. നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന അമലുകൾ ഉണ്ടാകും, സൽക്കർമ്മങ്ങൾ, അതിനെയും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു സ്നേഹിക്കുന്ന വ്യക്തികളെ, അള്ളാഹു സ്നേഹിക്കുന്ന കർമ്മങ്ങളെ, അള്ളാഹു സ്നേഹിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പോഴാണ് ഒരാളുടെ ജീവിതം മുസ്തഖീമായി തീരുന്നത്. എന്നിട്ട് ഇമാം അവർ പറയുന്നു, വഹാദാ മൗദിഉൻ യജിബുൽ ഇഅ്തിനാഉ ബി, ഇത് പരിഗണിക്കൽ നിർബന്ധമായ ഒരു മേഖലയാണ്,
വളരെ അധികം പരിഗണിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണിത്. فإنه محل فرقان بين المحبة النافعة لغيره والتي لا تنفع بل قد تضر. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇതാണ്. നമ്മൾ പറഞ്ഞു സ്നേഹം രണ്ട് രീതിയിലാണ്. ഒന്ന് അസുലിയായ സ്നേഹം, അത് അല്ലാഹുവിനോടുള്ള. അസുലിയല്ലാത്ത മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തിൽ ഉപകാരപ്രദമായ സ്നേഹം ഉണ്ടാകും. ആ ഉപകാരപ്രദമായ സ്നേഹത്തെയും ഉപകാരമില്ലാത്ത സ്നേഹത്തെയും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? ഈ വിഷയത്തിലാണ്. ഉപകാരമില്ലാത്തതെന്ന് മാത്രമല്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആളുകളെ സ്നേഹിക്കുമ്പോൾ അത് ഉപദ്രവവും ഉണ്ടാക്കും. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ളതായ സ്നേഹത്തെയും അപകടം പിടിക്കുന്നതായ സ്നേഹത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് എവിടെയാണ്? ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടവകളെ സ്നേഹിക്കുന്നു, അതെന്ത് ചെയ്യും? ഗുണം ചെയ്യുന്നതാണ്. നേരെ മറിച്ച് അവൻ സ്നേഹിക്കുന്നത് എന്തല്ല? അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയല്ല, അള്ളാഹുവിന് വെറുപ്പുള്ളവരെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, എന്ത് ചെയ്യും? ദോഷം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെയധികം പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഫഅലം, നീ അറിയണം, അന്നഹു ലാ യുഹബ്ബു ലിദാതിഹി, ഒരാളെ സ്വന്തം നഫ്സിന് വേണ്ടി സ്നേഹിക്കപ്പെടുകയില്ല. അതായത് നമ്മൾ അസുലിയായ സ്നേഹം എന്ന് പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ട് സ്നേഹിക്കപ്പെടേണ്ട സ്നേഹമുണ്ടല്ലോ, അങ്ങനെ സ്നേഹിക്കപ്പെടുകയില്ല. ഇല്ലാ മൻ കാന കമാലുഹു മിൻ ലവാസിമി ദാതിഹി, ഒരാളെ അല്ലാതെ. ആരാണവൻ? കാന കമാലുഹു മിൻ ലവാസിമി ദാതിഹി, അവന്റെ സമ്പൂർണത അവന്റെ ദാത്തിന്റെ തേട്ടമാണ്. അതായത് അവന്റെ അസ്തിത്വം തന്നെ അനിവാര്യമായിട്ടും പറയുന്നത് അവൻ എന്തായിരിക്കണം? പരിപൂർണനായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ നിർബന്ധം അത് തേടുന്നത് അവൻ സമ്പൂർണനാകണമെന്നാണോ? അല്ല, ദുർബലനാണ് മനുഷ്യൻ. സൃഷ്ടികളെല്ലാം ദുർബലരാണ്. എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അവന്റെ അസ്തിത്വത്തിന്റെ തേട്ടം അത് നിർബന്ധമാക്കി തീർക്കുന്ന അവൻ ആകണം. ആണെങ്കിൽ എന്താവൂ? അവൻ സൃഷ്ടാവാകൂ. അതുപോലെ ഇലാഹിയത്തുഹു വ റുബൂബിയ്യത്തുഹു വ ഗിനാഹു മിൻ ലവാസിമി ദാതിഹി, അവന്റെ അസ്തിത്വം തന്നെ നിർബന്ധമാക്കുന്ന കാര്യമാണ് അവന്റെ ഉലൂഹിയ്യത്ത്, ആരാധിക്കപ്പെടാൻ അർഹനായിരിക്കണം അവൻ. അതേപോലെ തന്നെ സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തി ജീവൻ നൽകി മരിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന റിസ്ക് നൽകുന്നവനായിരിക്കണം അവൻ എല്ലാത്തിനെ തൊട്ടും നിരാശ്രയനായിരിക്കണം. ഇതെല്ലാം അവന്റെ അസ്തിത്വത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ്. മനുഷ്യന്മാരാണെങ്കിൽ എങ്ങനെയാണോ? മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെയല്ല. അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് എല്ലാത്തിനെ തൊട്ടും ധന്യനായവൻ, അവനാണ് സ്തുത്യർഹനായവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഈ രീതിയിൽ സ്നേഹിക്കപ്പെടേണ്ടവൻ ആര് മാത്രമേ ഉള്ളൂ? സമ്പൂർണനായവനെ മാത്രമേ ഈ രീതിയിൽ സ്നേഹിക്കപ്പെടുകയുള്ളൂ. അവൻ ആരാധനക്ക് അർഹനായവനായിരിക്കണം, സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായിരിക്കണം, അവൻ എല്ലാത്തിനെ തൊട്ടും നിരാശ്രനായി. അങ്ങനെയുള്ള ഒരാൾക്കാണ് അസുലിയായ സ്നേഹം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നൽകാൻ സാധിക്കുകയുള്ളൂ. വമാ സിവാഹു, എന്നാൽ അങ്ങനെയുള്ള ഒരുവന് പുറമെയുള്ളവർ, അതായത് അള്ളാഹുവിന് പുറമെയുള്ളവർ, ഫഇന്നമാ യുബ്ഗദു, അവരോട് ചിലപ്പോൾ എന്ത് ചെയ്യും? കോപിക്കപ്പെടും. വയുക്റഹു, അങ്ങനെയുള്ളവർ വെറുക്കപ്പെടും. എപ്പോഴാണ് അങ്ങനെയുള്ളവരെ വെറുക്കുകയും അവരോട് കോപിക്കുകയും ചെയ്യുന്നത്? ലി മുനാഫാതിഹി മഹാബിഹി വ മുദാദ്ദതിഹി ലഹ, എപ്പോഴാണ് അങ്ങനെയുള്ളവന് അല്ലാത്തവരോട് വെറുപ്പും കോപവും വെച്ച് പുലർത്തേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് ഇവൻ എതിരാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് എതിരിടുന്നവനാണ് അവൻ, അതിനെ നിഷേധിക്കുന്നവനാണ് അവൻ. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള വസ്തുക്കളോട് വെറുപ്പ് വയ്ക്കും, അങ്ങനെയുള്ള വസ്തുക്കളോട് ദേഷ്യമുണ്ടാകും. വബുഗ്ദുഹു വകറാഹതുഹു ബിഹസബി ഖുവ്വതി ഹാദിഹിൽ മുനാഫാതി വളഅഫിഹ, ഇവൻ എത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അവനോടുള്ള ദേഷ്യവും എന്ത് ചെയ്യും? കൂടും. അവനോടുള്ള വെറുപ്പ് എന്ത് ചെയ്യും? അതിന്റെ ശക്തിയും കൂടും. ഫമാ കാന അഷദ്ദ മുനാഫാത്തിൻ ലിമഹാബിഹി, ഒരാൾ അതികഠിനമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എതിർക്കുന്നവനാണ് എങ്കിൽ, കാന അഷദ്ദ കറാഹത്തൻ, അവനോടൊന്നുണ്ടാവും? ശക്തമായ വെറുപ്പുണ്ടാകും. അത് മിനൽ അഅയാനി വൽ ഔസാഫി വൽ അഫ്ആലി വൽ ഇറാദാത്തി വഗൈരിഹ, അത് ഏതെങ്കിലും വ്യക്തികളാണെങ്കിലും ശരി, ഏതെങ്കിലും ഗുണങ്ങളാണെങ്കിലും ശരി, ഏതെങ്കിലും പ്രവർത്തികളാണെങ്കിലും ശരി,
ഉദ്ദേശങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവകളെ ഇഷ്ടപ്പെടുന്നുവോ? അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവനോട് നമുക്ക് എന്തുണ്ടാവും? സ്നേഹമുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനോട് ഒരാൾ എതിരിടുകയാണോ? അവനോട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? വെറുപ്പും ദേഷ്യവും ഉണ്ടാകും എന്നുള്ളതാണ്. ഫഹാദ മീസാനുൻ ആദിൽ. അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു വരുത്. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല ഈ കിതാബ് രചിക്കാൻ തന്നെ കാരണം എന്താണ്? ചില ആളുകൾ പാപങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അവർ ഈ പറയുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പലരെയും സ്നേഹിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. അതിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് എന്ത് ചെയ്യണത്? പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അവൻ്റെ സ്നേഹവും അതേപോലെ തന്നെ വെറുപ്പുമെല്ലാം എന്താകേണ്ടതുണ്ട്? അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും വെറുപ്പിനും ആധാരമാകേണ്ട, അതിന് മുവാഫക്കത്താകേണ്ടതുണ്ട്, യോജിപ്പുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പറയണം, ഇമാമുകൾ പറയണം, ഫഹാദ മീസാനുൻ ആദിലുൻ. ഇത് വളരെ നീതിപൂർവകമായ ഒരു തുലാസാണിത്. തൂസനു ബിഹി, അവിടെ അളന്നു തൂക്കപ്പെടും. മുവാഫഖത്തുർ റബ്ബി വ മുഖാലഫത്തുഹു, അള്ളാഹുവിൻ്റെ യോജിപ്പും അള്ളാഹുവിൻ്റെ എതിർപ്പും. അള്ളാഹു ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? അള്ളാഹു ഒന്നിനോട് എതിരാകുന്നുണ്ടോ എന്നാണ് എന്ത് ചെയ്യണത്? അവിടെ വെച്ച് നോക്കുന്നത്. വ മുവാലാത്തുഹു വ മുആദാത്തുഹു, അവൻ്റെ ഇഷ്ടവും അവൻ്റെ ശത്രുതയുമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പരിഗണിക്കപ്പെടുക. ഫഇദാ റഅയ്നാ ശഖ്സൻ, അപ്പോൾ നമ്മളൊരു മനുഷ്യനെ കാണുകയാണ്. യുഹിബ്ബു മാ യക്റഹുഹു റബ്ബു തആല, അള്ളാഹു വെറുക്കുന്നതായ ഒരു കാര്യത്തെ ഒരാൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. വയക്റഹു മാ യുഹിബ്ബുഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ അവൻ എന്തു ചെയ്യുന്നു? വെറുക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ അവൻ അള്ളാഹു വെറുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് അവൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അലിംന അന്ന ഫീഹി മിൻ മുആദാതിഹി ബിഹസബി ദാലിക്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അവൻ്റെ ആ വെറുപ്പിനും സ്നേഹത്തിനും അനുസരിച്ച് അവനോട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ശത്രുതയിലായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടമുള്ളതിനോട് ഇവന് വെറുപ്പാണ്, അള്ളാഹു വെറുക്കുന്നതിനോട് ഇവന് ഇഷ്ടമാണ്. അപ്പോൾ എത്രത്തോളം ഇവൻ്റെ ഇഷ്ടവും ആ വെറുപ്പും ശക്തി പ്രാപിക്കുന്നുവോ അതനുസരിച്ച് അള്ളാഹുവിന് അവനോട് എന്തായിരിക്കും? വെറുപ്പായിരിക്കും, ദേഷ്യമായിരിക്കും, ശത്രുതയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വ്യക്തിയെ അളക്കാനുള്ള കാര്യം അതാണ്. നമ്മളൊരാളെ സ്നേഹിക്കുന്നു, അപ്പോൾ അവൻ അള്ളാഹു സ്നേഹിക്കുന്ന കാര്യങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹു വെറുക്കുന്ന കാര്യത്തെ വെറുക്കുന്നുണ്ടോ എന്നാണ് മാനദണ്ഡമായി നാം നോക്കേണ്ടത്. അതാണ് മീസാൻ, അതാണ് അളവുകോല്. അള്ളാഹു വെറുക്കുന്നതിനെ സ്നേഹിക്കുന്നവനായിട്ട് ഒരാളെ കാണുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു സ്നേഹിക്കുന്നതിനെ വെറുക്കുന്നവനായിട്ട് ഒരാളെ കാണുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തോളണം? അകറ്റി നിർത്തിക്കൊള്ളണം. കാരണം അവൻ അള്ളാഹു എന്ത് ചെയ്യുന്നു? വെറുക്കുന്നുണ്ട്, അള്ളാഹു അവനോട് ശത്രുത വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. വഇദാ റഅയ്ന ശഖ്സ യുഹിബ്ബു മാ യുഹിബ്ബു, ഇനി വേറൊരാൾ നാം കാണുന്നു, അള്ളാഹു പെടുന്ന കാര്യങ്ങളെല്ലാം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവനും ഇഷ്ടമാണ്. അതേപോലെ തന്നെ വയക്റഹു മാ യക്റഹുഹു, അള്ളാഹു വെറുക്കുന്നതിനെല്ലാം ഇവനും വെറുക്കുന്നു. വകുല്ലമാ കാന ശൈഉ അഹബ്ബ ഇലർ റബ്ബി കാന അഹബ്ബ ഇലൈഹി, എത്രത്തോളം അള്ളാഹു ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം അധികമായിട്ട് ഇവനും എന്ത് ചെയ്യുന്നു? ആ കാര്യത്തെ ഇഷ്ടപ്പെടുന്നു. വആസറഹു ഇൻദഹു, അങ്ങനെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇവന് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അള്ളാഹു ഒരു കാര്യത്തെ എത്ര ഇഷ്ടപ്പെടുന്നുവോ അതനുസരിച്ച് ഇവനും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവന് വലിയ പ്രാധാന്യവും നൽകുന്നു. വകുല്ലമാ കാന അബ്ഗദ ഇലൈഹി കാന അബ്ഗദ ഇലൈഹി വഅബ്അദ മിൻ, ഒരു കാര്യം അള്ളാഹുവിലേക്ക് എത്ര വെറുപ്പുള്ളതാണോ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇവനും അതിനെ വെറുക്കുന്നു, അതിൽ നിന്ന് ഇവൻ അകലം പാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ അലിംന, നാം മനസ്സിലാക്കുന്നു, അന്ന ഫീഹി മിൻ മുവാലാത്തിർ റബ്ബി, അവനുമായി അള്ളാഹുവിന് എന്തുണ്ട്? ഒരു മുവാലാത്തുണ്ട്, ഒരു ബന്ധമുണ്ട്. അള്ളാഹുവിൻ്റെ വലിയകളിൽപ്പെട്ടവനായിരിക്കും അവൻ. ബിഹസബി ദാലിക്, ഇത് എത്രത്തോളം ശക്തമാണോ അതനുസരിച്ച്. ഒരാൾ എത്രത്തോളം അള്ളാഹു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും വെറുക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് അള്ളാഹുവും അവനുമായുള്ള ബന്ധം എന്തായിരിക്കും? സുദൃഢമായിരിക്കും, ശക്തമായിരിക്കും. അവനാണ് വിലായത്തിൻ്റെ പദവി ഉണ്ടാവുക, അവരെയാണ് വലിയകൾ എന്ന് പറയുക എന്നർത്ഥം. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഫതമസ്സക് ബിഹാദൽ അസ്ൽ, ഈ അടിസ്ഥാനത്തെ നീ നിന്റെ ഫതമസ്സക് ബിഹാദൽ അസ്ലി ഫീ നഫ്സിക് വഫീ ഗൈരിക്, നിന്റെ കാര്യത്തിലും വേറൊരാളുടെ കാര്യത്തിലും ഈ അസ്ലിനെ നീ മുറുകെ പിടിച്ചോ. നീ
അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ സ്ഥാനം എത്രയാണെന്ന് നിനക്കറിയണോ, വേറൊരാളുടെ സ്ഥാനം എത്രയാണെന്ന് നിനക്കറിയണോ, എന്ത് ചെയ്താൽ മതി? ഈ മീസാനിലിട്ട് തൂക്കിയാൽ മതി. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളോട് നിനക്കിഷ്ടമുണ്ടോ? അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ നീ വെറുക്കുന്നുണ്ടോ? അതല്ല, അള്ളാഹു വെറുക്കുന്ന കാര്യത്തിൽ നീ ഇഷ്ടപ്പെടുന്നവനാണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ നീ വെറുക്കുന്നവനാണോ? എങ്കിൽ നിനക്ക് മനസ്സിലാക്കാം നീയും അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണ്, വിദൂരത്താണ്, ശത്രുതയായിരിക്കാം അവിടെ ഉണ്ടാകുന്നത്. വേറൊരാളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു വെറുക്കുന്ന കാര്യത്തെ എത്ര വെറുക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ അവനും അള്ളാഹുമായിട്ടുള്ള ബന്ധം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് നിനക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാം, അവരെ സ്നേഹിക്കാം. എന്നിട്ട് ഇമാമുകൾ പറയണം, ഫൽ വിലായതു ഇബാറത്തുൻ അൻ മുവാഫഖത്തിൽ വലിയിൽ ഹമീദി ഫി മഹാബിഹി വ മസാഖിതിഹി. വിലായത്ത് എന്ന് പറയുന്നത്, അള്ളാഹുമായിട്ടുള്ള വിലായത്ത്, വലിയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്താണ്? അത് മുവാഫഖത്തിൽ വലിയിൽ ഹമീദി, സ്തുത്യർഹനായ വലിയായ അള്ളാഹുവിന്റെ ഇഷ്ടത്തോടും അതേപോലെ തന്നെ ദേഷ്യത്തോടുമുള്ളതായ മുവാഫക്കത്താണ്, യോജിപ്പാണ്. അതാണ് വിലായത്തിന്റെ അടിസ്ഥാനം. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനോടുള്ള അതേപോലെ തന്നെ ദേഷ്യപ്പെടുന്നതിനോടും ഒരാൾ യോജിക്കുന്നുണ്ടോ, അതാണ് വിലായത്ത്. വലൈസത്ത് ബികസറത്തി സൗമിൻ, കുറേ നോമ്പെടുക്കുന്നു, പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനോട് ഇവനക്ക് ഇഷ്ടമില്ല, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ ഇവനെന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, ഒന്നുമില്ല. അല്ലെങ്കിൽ വലാ സ്വലാത്തിൻ, കുറേ നമസ്കാരമുണ്ട്, ധാരാളം നമസ്കരിക്കുന്നുണ്ട്. വലാ തമസ്സുഖിൻ വലാ റിയാദത്തിൻ, കുറേ കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതല്ലെങ്കിൽ റിയാദകളിൽ ഏർപ്പെടുന്നുണ്ട്. റിയാദ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ചില പരിശീലനങ്ങൾ നേടലാണ്, സൂഫികൾ ചെയ്യുന്നത് പോലെ. എവിടെയെങ്കിലും ഗുഹയിലോ മറ്റോ എന്ത് ചെയ്യുക, ഒന്നിച്ച് ഒറ്റക്ക് പോയിരുന്നിട്ട് ചില റാത്തിബുകൾ ചെയ്തുകൊണ്ട് റവാത്തിബുകളിലൂടെ ചെയ്യുന്ന പണിയാണ്. ഇതിലൊന്നുമല്ല എന്ത് കാര്യം, കുറേ അധികം ഇതിലൊന്നുമില്ല. അള്ളാഹു പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നമസ്കാരവും നോമ്പൊക്കെ വേണം, അത് വേണ്ടെന്നല്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത് എവിടെയാണ്? അള്ളാഹുവിനെയും അവൻ ഇഷ്ടപ്പെടുന്നതിനെയും ഇഷ്ടപ്പെടുക എന്നുള്ളതിലാണ്. അള്ളാഹു കോപിച്ച വസ്തുക്കളോട് അതിനോട് എന്ത് ചെയ്യുക, വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഏതൊരുവനിലാണോ ഉള്ളത് അവനെന്ത് ചെയ്തു, ഈമാനിന്റെ മാധുര്യം ലഭിക്കും, ഈമാൻ അവനക്ക് അനുഭവിക്കാൻ സാധിക്കും, അത് രുചിക്കാൻ സാധിക്കും. ആരാണത്? അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലുമായിരിക്കണം സകല വസ്തുക്കളെക്കാൾ അവൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരായിരിക്കും? അള്ളാഹുവിനെയും റസൂലിനെയുമായിരിക്കും. അതേപോലെ തന്നെ വഅൻ യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബഹു ഇല്ലാ ലില്ലാഹ് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വഅൻ യക്റഹ അൻ യഊദ ഇലൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. അതേപോലെ തന്നെ കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ, അള്ളാഹു കുഫറിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തിയതാണ്, എന്നിട്ട് അതിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ, തീയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ അവൻ വെറുക്കുന്നു. അപ്പോൾ അള്ളാഹു വെറുത്തതിനെ അവൻ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു റസൂലുമാണ് അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അപ്പോൾ അവനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈമാനിന്റെ ലദ്ദത്ത്, അതിന്റെ മാധുര്യം, അത് ആസ്വദിക്കാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഇമാമുകൾ പറയുകയാണ്, വൽ മഹ്ബൂബു ലിഗൈരിഹി ഖിസ്മാനി അയ്ദൻ. അപ്പോൾ ഇവിടെ അസ്ലിയായ ഈമാനിനെ കുറിച്ച് പറഞ്ഞു, മഹബത്തിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ വൽ മഹ്ബൂബു ലിഗൈരി, വേറൊരാൾക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവരുണ്ടല്ലോ, അതും ഖിസ്മാനി, 2 ഖിസ്മുണ്ട്. അയ്ദൻ വീണ്ടും അഹദുഹുമാ, അതിൽ ഒന്നാമത്തേത് മാ യൽതദ്ദുൽ മുഹിബ്ബു ബിഇദ്റാകിഹി വഹുസൂലിഹി, ആ സ്നേഹിതനെ ലഭിക്കുന്നതിലൂടെ, കരസ്ഥമാക്കുന്നതിലൂടെ ഇവന് സന്തോഷം ഉണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും. അങ്ങനെയുള്ളതാണൊന്ന്, അതായത് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വസാനി, രണ്ടാമത്തേത് മാ യതഅല്ലമു ബിഹി, ആ മഹബൂബിനെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വലാകിൻ യഹ്തമിലുഹു, പക്ഷെ അവൻ എന്ത് ചെയ്യും? ആ പ്രയാസങ്ങൾ അവൻ സഹിക്കും. എന്തിനു വേണ്ടിയിട്ട്? ലി ഇഫ്ദാഇഹി ഇലാ മഹബൂബി, കാരണം ആ പ്രയാസങ്ങൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അസ്ലിയായ, അവൻ സ്നേഹിക്കുന്ന അള്ളാഹുലേക്ക് എന്ത് ചെയ്യും? അവൻ എത്തിക്കുമെന്നുള്ള കാരണത്താൽ ആ പ്രയാസങ്ങൾ സഹിക്കാൻ എന്താണ്? അവൻ തയ്യാറാണ്.
കഷുർബി ദവാഇൽ കരീഹ്, വളരെ പ്രയാസകരമായ ഒരു മരുന്ന് ഒരു രോഗി കഴിക്കുന്നത് പോലെ അവൻ ആ മരുന്ന് കഴിക്കും. എന്തിനു വേണ്ടിയിട്ട്? രോഗശമനം വേണം എന്നുള്ളതിനാൽ. അതുകൊണ്ട് മഹബൂബുൻ ലിഗൈരിഹി രണ്ട് വിധമുണ്ട്. സ്നേഹിക്കപ്പെടേണ്ട, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കപ്പെടേണ്ടത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിനോടുള്ള സ്നേഹം വച്ചാൽ എന്തുണ്ടാവില്ല, പ്രയാസമൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും. വേറെ ഒരു ഇനമുണ്ട് ആ ഗണത്തിൽ തന്നെ. അതെന്താണ്? കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ടതാണ്. പക്ഷെ ഇവനെന്ത് ചെയ്യും? ആ പ്രയാസങ്ങൾ സഹിക്കാൻ സന്നദ്ധമാണ്. കാരണം എന്ത് ചെയ്യും? ഇതവനെ അള്ളാഹുലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, കുതിബ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് പ്രയാസകരമായതാണ്. പ്രയാസകരമായതാണെന്ന് പറഞ്ഞാൽ അതിനോട് നിങ്ങൾക്ക് വെറുപ്പാണെന്ന് പറഞ്ഞാൽ അതിനെ ഇഷ്ടമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ത്വബീഅത്തിൽ, മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്നുണ്ടാകും അതുപോലുള്ള കാര്യങ്ങളോട് സ്വാഭാവികമായ ചില പ്രയാസങ്ങളുണ്ട്. അതാണ് അർത്ഥം. അതല്ലാതെ അള്ളാഹു ഇറക്കിയിരിക്കുന്ന ഒരു നിയമത്തെ ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ, ദീനിയായിട്ട് അതിനെ വെറുത്താൽ അവൻ എന്താവും? കാഫറായി പോവും. അതല്ല ഇവിടെ ഉദ്ദേശം. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എന്തുണ്ടാകും? ഒരു കഷ്ടപ്പാട് അതിലുണ്ട് എന്നാണ് അർത്ഥം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്നതായ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും? ഖൈറായിരിക്കും. അപ്പോൾ ആ ഖൈർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ കഷ്ടപ്പാട് സഹിക്കാൻ അവൻ സന്നദ്ധനാകും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒന്ന് ചിലപ്പോൾ എന്തായേക്കാം? നിങ്ങൾക്ക് നാശമായേക്കാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് ശരിയായി അറിയുന്നവൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഫഅഖ്ബറ സുബ്ഹാനഹു, അപ്പോൾ ഇവിടെ അള്ളാഹു പറയുകയാണ്, അറിയിച്ചു നൽകുകയാണ്, അന്നൽ ഖിതാല മക്റൂഹുൽ ലഹും, യുദ്ധം എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മഅ അന്നഹു ഖൈറുൻ ലഹും, എന്നാൽ അത് അവർക്ക് ഖൈറായതിനോടുകൂടെ അതിലവർക്ക് എന്തുണ്ട്? വലിയ ഖൈറുണ്ട്. ലി ഇഫ്ദാഇഹി ഇലാ അഅ്ളമി മഹബൂബിൻ വ അൻഫഇ, എന്താണ് അതിന് കാരണം? അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനായ മഹബൂബിലേക്ക് എന്ത് ചെയ്യാൻ? കൊണ്ടെത്തിക്കാൻ, അത് നേടിയെടുക്കാൻ പ്രയോജനകരമാണ് ഇത് എന്നുള്ള കാരണത്താൽ എന്ത് ചെയ്യുന്നു? അതിലവർക്ക് ഖൈറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം അവர்கள் പറയുകയാണ്, വൻ നുഫൂസു, മനസ്സ് സ്വാഭാവികമായിട്ടും തുഹിബ്ബുർ റാഹ, അതെപ്പോഴും ഇഷ്ടപ്പെടുന്ന എന്തായിരിക്കും? സന്തോഷത്തെയായിരിക്കും. പ്രയാസങ്ങൾ അനുഭവിക്കാൻ മനുഷ്യ മനസ്സ് എന്ത് ചെയ്യൂല? സന്നദ്ധാവൂല. മനസ്സ് എപ്പോഴും, നഫ്സ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന എന്താണ്? റാഹത്ത് വേണം. ദ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, സക്കീനത്ത്, സമാധാനത്തെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? കൊതിക്കുന്നത്. വറഫാഹിയ, അതേപോലെ തന്നെ ആഡംബരത്തെയാണ് മനസ്സെപ്പോഴും എന്ത് ചെയ്യണത്? ആഗ്രഹിക്കുന്നത്. വദാലിക ശർറുൻ ലഹാ ലിഇഫ്ദാഇഹി ഇലാ ഫവാത്തിൽ മഹബൂബി, വദാലിക ശർറുൻ ലഹാ ലിഇഫ്ദാഇഹി ഇലാ ഫവാത്തിൽ മഹബൂബി, എന്നാൽ അതാകട്ടെ എന്താണ്? ഈ നഫ്സിന് ഷർറുമാണ്. നഫ്സ് അതിനെ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? അത് അവന് നാശം വരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവനെ മഹബൂബായ അസ്ലിയായി സ്നേഹിക്കപ്പെടുന്നവനിലേക്ക് അവൻ എത്തിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? നഷ്ടം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഫൽ ആക്കിൽ, ബുദ്ധിയുള്ള ആള്. അപ്പോൾ ഇവിടെ മനസ്സ്, അവന്റെ ഷഹ്വത്ത് അവനെന്ത് ചെയ്യും? ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് ഇന്നത് ചെയ്യണ്ട, ഇന്നത് ചെയ്താൽ എന്തുണ്ടാവും? പ്രയാസം ഉണ്ടാവും, നിനക്ക് നഷ്ടം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ആരോഗ്യ നഷ്ടം ഉണ്ടാവും, സമയനഷ്ടം ഉണ്ടാകും, മറ്റുള്ള ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ന് മനസ്സെന്ത് ചെയ്യും? ഷഹവാത്തുകൾ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഫൽ ആക്കിൽ, ബുദ്ധിയുള്ള ആള്, അവന്റെ ബുദ്ധി അവനോട് പറയുന്നത് എന്താണ്? ലാ യൻദുറു ഇലാ ലദ്ദത്തിൽ മഹബൂബിൽ ആജിലി, ഈ നൈമിഷികമായ ജീവിതത്തിന്റെ ആ സ്നേഹത്തെ, ആ ആസ്വാദനത്തിലേക്ക് നീ എന്തെണ്ടതാ? നോക്കേണ്ടതില്ല. ഫയുഉസിറു, എന്നിട്ട് നീ അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്നാണ് ബുദ്ധി പറയുക. അലമിൽ മക്രൂഹിൽ ആജിലി ഫയർഗബു അൻ, അതേപോലെ തന്നെ ഈ നൈമിഷികമായ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലേക്ക് നീ നോക്കണ്ട. അങ്ങനെ പ്രയാസങ്ങൾ നോക്കിയിട്ട് ആ നന്മ നീ ഉപേക്ഷിച്ച് കളയണ്ട എന്നെന്ത് ചെയ്യും? ബുദ്ധി പറയും. കാരണം ഫഇന്ന ദാലിക ഖദ് യകൂനു ശർറൻ ലഹു, അങ്ങനെ നീ ചെയ്താൽ അത് നിനക്ക് എന്തായി മാറും? പിന്നീട് ഷർറായി മാറും. ബൽ എന്നല്ല, ഖദ് യജ്ലിബു അലൈഹി ഗായത്തൽ അലമി, അത് ചിലപ്പോൾ അങ്ങേയറ്റത്തെ വേദനയിലേക്ക് നിന്നെന്ത് ചെയ്യും? കൊണ്ടെത്തിക്കും. വയുഫവ്വിതുഹു അഅ്ളമൽ ലദ്ദ, ഏറ്റവും മഹത്തായ ലദ്ദത്ത്, ആസ്വാദനത്തെ എന്ത് ചെയ്യും? നിനക്ക് നഷ്ടപ്പെടുത്തി കളയും എന്ന് ബുദ്ധി അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ബൽ എന്നാൽ ഉഖലാഉദ് ദുനിയ, ദുനിയാവിലെ ബുദ്ധിയുള്ള ആളുകൾ, യതഹമ്മലൂനൽ മഷാഖ്, അവരെന്ത് ചെയ്യും? ഈ മഷക്കത്തുകളെ, പ്രയാസങ്ങളെ അവർ സഹിക്കും. അൽ മക്രൂഹ, കുറച്ച് പ്രയാസങ്ങളുള്ളതായ, ലിമാ യുഅഖിബുഹും
മിനൽ ലദ്ദതി ബഅദഹാ വഇൻ കാനത് മുൻഖതിഅതൻ, ശേഷം വരാനിരിക്കുന്നതായ ആസ്വാദനങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രയാസങ്ങൾ, ദുനിയാവിലുള്ള പ്രയാസങ്ങൾ സഹിക്കുക എന്നുള്ളവനാണ് എന്നതാണ് എന്ത് ചെയ്യുക, ബുദ്ധിയുള്ളവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധി അവനോട് തേടും, ഈമാൻ അവനോട് തേടിക്കൊണ്ടിരിക്കും. എന്താണ് പറയണത്, നീ ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചോ, കുഴപ്പമില്ല, അത് നിനക്ക് എന്ത് ചെയ്യും, ലാഭം ഉണ്ടാക്കിത്തരും എന്ന് ബുദ്ധി അവനോട് പറയും. എന്നാൽ നഫ്സ് എപ്പോഴും എന്ത് ചെയ്യും, സുഖത്തിലേക്കും ആഡംബരത്തിലേക്കും എല്ലാം മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇമാം അവറുകൾ പറയണം ഫൽ ഉമൂറു അർബഅത്തു, അതുകൊണ്ട് കാര്യം 4 കാര്യമാണ് ആകെ ഉള്ളത്. മനുഷ്യന്റെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമെല്ലാം പ്രവർത്തികളുമെല്ലാം 4 കാര്യങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. മക്രൂഹുൻ യുവസ്സിലു ഇലാ മക്രൂഹിൻ, ഇപ്പോൾ കാര്യങ്ങൾ മൊത്തം 4 ചുരുക്കുകയാണ്. ഒന്ന്, മക്രൂഹുൻ യുവസ്സിലു ഇലാ മക്രൂഹിൻ, പ്രയാസകരമായ വെറുപ്പുള്ള ഒരു കാര്യം. ആ വെറുപ്പുള്ള കാര്യം അവൻ എന്ത് ചെയ്യും, പ്രയാസത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യം നിർവഹിക്കാൻ കുറച്ച് പ്രയാസമാണ്, അത് ചെയ്താലും അവൻ വെറുപ്പുള്ളാക്കുന്ന ഒരു പ്രയാസത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന് മക്രൂഹുൻ യുവസ്സിലു ഇലാ മഹബൂബിൻ, ഇത്തിരി പ്രയാസകരമായ വെറുപ്പുള്ള കാര്യമാണ്, പക്ഷേ അത് സഹിച്ച് അവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അവൻ ഇഷ്ടകരമായ ഒന്നിൽ എത്താൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മഹബൂബുൻ യുവസ്സിലു ഇലാ മഹബൂബിൻ, ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇഷ്ടമുള്ള കാര്യമാണ്, ആ ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ അവന് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് തന്നെ എത്താം. പ്രയാസകരമായ പ്രവൃത്തിയൊന്നുമല്ല, പക്ഷെ അത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അത് ചെയ്താൽ എന്ത് ചെയ്യും, ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ അവൻ എത്താം. മഹബൂബുൻ യുവസ്സിലു ഇലാ മക്രൂഹിൻ, ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പക്ഷേ അത് ചെയ്താൽ എന്ത് ചെയ്യും, എത്തുന്നത് വെറുപ്പുളവാക്കുന്ന പ്രയാസത്തിലേക്കായിരിക്കും. ഇത് ആകെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇമാമുകൾ പറയാണ് ഫൽ മഹബൂബുൽ മുവസ്സിലു ഇലൽ മഹബൂബി, ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി അത് എന്ത് ചെയ്യും, ഇഷ്ടമുള്ളതിലേക്ക്, ഇഷ്ടപ്പെടേണ്ടവനിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെയുള്ളത് ഖദ് ഇജ്തമഅ ഫീഹി ദാഇയൽ ഫിഅലി മിൻ വജ്ഹൈൻ, അത് പ്രവർത്തിക്കാനുള്ള പ്രേരകം 2 വജ്ഹിലൂടെ, 2 മേഖലയിലൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കാരണം ആ കാര്യം ചെയ്യുന്നത് ഇഷ്ടകരമാണ്, സുഖകരമായ കാര്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ചെയ്യുന്നു. അത് അവനെ പ്രേരിപ്പിക്കുന്നു, എളുപ്പമുള്ള കാര്യമാണ്, മാത്രമല്ല സന്തോഷം കിട്ടും അത് ചെയ്യുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനത് ചെയ്യുന്നു. മാത്രമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നതോ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം തന്നെയാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം അവനക്ക് കിട്ടും, അതും അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ കാര്യം ചെയ്യാൻ. അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ വൽ മക്രൂഹുൽ മുവസ്സിലു ഇലാ മക്രൂഹിൻ, എന്നാൽ വെറുപ്പുള്ള ഒരു കാര്യം, പ്രയാസകരമായ ഒരു കാര്യം, ആ പ്രയാസകരമായ കാര്യം ചെയ്താൽ അവൻ എത്തുകയും എവിടെ തന്നെയാണ്, ഒരു നാശത്തിലാണ്, മക്രൂഹിലാണ് എത്തുന്നത്. അവിടെയും ഖദ് ഇജ്തമഅ ഫീഹി ദാഇയ തർകി മിൻ വജ്ഹിൻ, അത് ഉപേക്ഷിക്കാനുള്ള പ്രേരകവും 2 രീതിയിലുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്മാരെന്ത് ചെയ്യൂല, അത് ചെയ്യൂല. അത് ചെയ്യാനും ഇത്തിരി പ്രയാസകരമാണ്, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ പരിണിതി ഫലം എന്തായിരിക്കും, നാശമായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യൂല, ആരും അത് ചെയ്യാൻ നിൽക്കൂല. അപ്പം ഈ 2 കാര്യങ്ങൾ കുറിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, വലിയ സമയം കൊടുക്കേണ്ടതില്ല മനുഷ്യന്മാർ. എന്നാൽ ബഖിയൽ ഖിസ്മാനിൽ ആഖറാൻ, ബാക്കി 2 വിഭാഗം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്താണത്, യതജാദബഹുമദ്ദാഇയാൻ, അവിടെ 2 പ്രേരകങ്ങൾ പരസ്പരം അവനെന്ത് ചെയ്യാണ്, അതിലേക്ക് ഇങ്ങനെ ആകർഷണം ഉണ്ടാക്കിയാണ്. ഒരു ഭാഗം അവൻ എന്നിട്ട് അങ്ങോട്ട് വലിക്കും, മറ്റേ ഭാഗം എന്ത് ചെയ്യും, അവൻ ഇങ്ങോട്ട് വലിക്കും. 2 പ്രേരക ശക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. വഹുമാ മുഅ്തറഖുൽ ഇബ്തിലാഇ വൽ ഇംതിഹാൻ, അതാണ് പരീക്ഷണത്തിന്റെ യുദ്ധക്കളമാണത്. പരീക്ഷണത്തിന്റെ യുദ്ധക്കളം ഈ 2 ബാക്കിയുള്ള 2 കാര്യങ്ങളിലാണ്. അതേതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒന്ന് എന്ത് ചെയ്യുന്നു, മഹബൂബുൻ യുവസ്സിലു ഇലാ മക്രൂഹിൻ, ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ നരകത്തിൽ പോകും. അപ്പോൾ അവനക്കിപ്പോൾ ദുനിയാവിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ചില നേട്ടങ്ങളുണ്ടാവും, നൈമിഷികമായ ആസ്വാദനങ്ങളുണ്ടാവും, പക്ഷെ അവനത് എന്ത് ചെയ്യും, അപ്പം അത് ഇഷ്ടമുള്ളത് കൊണ്ട് അത് ചെയ്യാനൊരു പ്രേരകമുണ്ട്, പക്ഷെ അതവനെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്, നരകത്തിലാണ്. അതുകൊണ്ട് അതിനോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിൻവലിയിലുമുണ്ട്, പിടിച്ചു വലിക്കലുമുണ്ട്, അത് ചെയ്യരുതെന്നുള്ളൊരു പ്രേരകവും അവിടെയുണ്ട്. അതേപോലെ തന്നെ വമക്രൂഹുൻ യുവസ്സിലു ഇലാ മഹബൂബിൻ, പ്രയാസകരമായ ഒരു കാര്യമാണ്, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് എന്ത് ചെയ്യും, സ്വർഗം കിട്ടും, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും. അപ്പോൾ പ്രയാസകരമാണ് എന്നുള്ളത് അവനെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നുണ്ട്, ഒരു ഘടകം അതാണ്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും എന്നുള്ള ഒരു അനുകൂല ഘടകവുമുണ്ട്. ഇവിടെയാണ് എന്ത് ചെയ്യണത്, ഇതാണ് യുദ്ധക്കളം. അതാണെന്ത്,
മുഅ്തറകുൽ ഇബ്തിലാഇ വൽ ഇംതിഹാൻ, പരീക്ഷണത്തിന്റെ യുദ്ധക്കളമാണത്. അതുകൊണ്ട് ഫന്നഫ്സു തുഉസിറു അഖറബഹുമാ ജിവാറൻ മിൻഹാ വഹുവൽ ആജിൽ. ഇവിടെ നഫ്സ് എന്തിനാണ് പ്രേരക കൊടുക്കുന്നത്? മനസ്സിന്റെ ഇച്ഛ. അവിടെ എന്തിനാണ് മനസ്സിന്റെ ഇച്ഛ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? അതെപ്പോഴും അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ തൊട്ടടുത്തുള്ള ആജിലായ നൈമിഷികമായ ആ സുഖം കിട്ടാനായിരിക്കും എന്ത് ചെയ്യുക? പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. മനസ്സെപ്പോഴും അങ്ങനെ പ്രേരിപ്പിക്കുകയുള്ളൂ. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ആസ്വാദനത്തെയും ആഡംബരത്തെയും അതേപോലെ തന്നെ ദുനിയാവിന്റെ ഐശ്വര്യത്തെയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നഫ്സ അവനെ പ്രേരിപ്പിക്കുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നഫ്സ അവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഈ ദുനിയാവിന്റെ ആജിലത്തായ വിഭവങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, ആഖിറത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു, ഉപേക്ഷിക്കുന്നു. ഇതാണ് മനസ്സിന്റെ പ്രേരണം, അതാണ്. എന്നാൽ വൽ അഖ്ലു വൽ ഈമാനു, മനുഷ്യന്റെ ബുദ്ധിയും ഈമാനും അവനെ പ്രേരിപ്പിക്കുകയാണ് വേറൊരു ഭാഗത്ത് നിന്ന്. അതെന്താണ്? യുസിറു അൻഫഅഹുമാ വഅബ്ഖാഹുമാ, ഏറ്റവും പ്രയോജനപ്രദമായത് എന്ത് ചെയ്യണം? നീ തിരഞ്ഞെടുക്കണം. ഏറ്റവും എന്നെന്നും അവശേഷിക്കുന്നത് നീ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. നിനക്കിപ്പോൾ ഇവിടെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ എന്ത് ചെയ്യും? ആഖിറത്തിൽ നിനക്ക് കാലാകാലം സൗഭാഗ്യങ്ങൾ കിട്ടും. ഏറ്റവും പ്രയോജനപ്രദമായത് ഇതാണ് എന്ന് ബുദ്ധിയും എന്ത് ചെയ്യും? അവന്റെ ഈമാനും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വൽ ഖൽബു ബൈന ദാഇയൈൻ, അവന്റെ ഹൃദയമാകട്ടെ ഈ രണ്ട് പ്രേരകങ്ങൾക്ക് ഇടയിൽ കിടക്കുകയാണ്. നഫ്സ് അവനെ ഒരു ഭാഗത്തേക്ക് വലിക്കുന്നു, ഷഹവാത്തുകൾ ഇച്ഛകൾ ഒരു ഭാഗത്തേക്ക് വലിക്കുന്നു, ബുദ്ധിയും ഈമാനും വേറൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ചുകൊണ്ടിരിക്കുന്നു. വഹുവ ഇലാ ഹാദാ മറത്തൻ വ ഇലാ ഹാദാ മറത്തൻ, ഹൃദയം എന്ത് ചെയ്യും? ആദ്യം ഒന്ന് ഇങ്ങോട്ട് നോക്കും, പിന്നെ എന്ത് ചെയ്യും? അങ്ങോട്ട് നോക്കും. രണ്ട് ഭാഗത്തും കിടന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹൃദയം. വഹാഹുന മഹല്ലുൽ ഇബ്തിലാഇ ശർഅൻ വഖദറ, ഇവിടെയാണെന്ത്? ഇബ്തിലാഇന്റെ പരീക്ഷണത്തിന്റെ മഹല്ല്, സ്ഥാനം ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഫദാഇൽ അഖ്ലി വൽ ഈമാനി യുനാദി കുല്ല വഖത്തിൻ, ബുദ്ധിയും ഈമാനും എപ്പോഴും അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവന്റെ ബുദ്ധി അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം അവറുകൾ ഇവിടെ ഒരു പഴമൊഴി ഉദ്ധരിക്കുകയാണ്. ഇൻദ സ്വബാഹി യഹ്മദുൽ ഖൗമുസ് സുറാ വഫിൽ മമാതി യഹ്മദുൽ അബ്ദു തുഖാ. ഇൻദ സ്വബാഹ്, പ്രഭാതമാകുമ്പോൾ സമൂഹം അസ്സുറയെ, സുറ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള സഞ്ചാരമാണ്. രാത്രി സഞ്ചരിച്ചാൽ ധാരാളം നേട്ടങ്ങളുണ്ട്. യാത്ര വളരെ എളുപ്പമായിരിക്കും, വളരെ അധികം വേഗം, കുറേ അധികം എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും രാത്രിയിലുള്ള യാത്ര. അതുകൊണ്ട് മരുഭൂമിയിലെല്ലാം പണ്ട് കാലത്ത് സഞ്ചരിക്കുമ്പോൾ എന്തേ ചെയ്യുള്ളൂ? രാത്രിയിൽ സഞ്ചരിക്കും. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷെ എന്ത് ചെയ്യും? ധാരാളം ഏരിയ അവർക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സഞ്ചരിച്ച ആളുകൾ ഇൻദ സ്വബാഹി അഹ്മദുൽ ഖൗമുസ് സുറ, പ്രഭാതമാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ രാത്രി സഞ്ചാരത്തെ അവരെന്ത് ചെയ്യും? പ്രശംസിക്കും. ഓ, രാത്രി പോയത് നന്നായി എന്നവർ പറയും. അതേപോലെ വഫിൽ മമാതി യഹ്മദുൽ അബ്ദു തുഖാ, മരണവേളയിൽ അടിമ എന്ത് ചെയ്യും? തഖ്വ മുറുകെ പിടിച്ചതിനെ പ്രശംസിക്കും. ഈ പ്രയാസങ്ങൾ സഹിച്ചു, കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പക്ഷെ മരണവേളയിൽ അവനക്ക് മനസ്സിലാവും, ഞാൻ തഖ്വ പുലർത്തിയത് കൊണ്ട്, ഈ പ്രയാസങ്ങൾ അനുഭവിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ പറ്റി എന്നവൻ പറയും. ഫഇനിഷ്തദ്ദ ളലാമു ലൈലിൽ മഹബ്ബ, ഈ സ്നേഹത്തിന്റെ രാത്രിയുടെ ഇരുള് എത്ര കഠിനമായാലും ശരി, അതായത് ഈ അസ്ലിയായ സ്നേഹം അള്ളാഹുവിനെ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടവളെ ഇഷ്ടപ്പെടാൻ, അവൻ വെറുത്തവനെ വെറുക്കാൻ വേണ്ടിയിട്ട് അതിന് പരിശ്രമിച്ചപ്പോൾ ആ രാത്രിയുടെ ഇരുള് എത്ര കഠിനമായാലും ശരി എന്ന് പറഞ്ഞാൽ അതിലവൻ എത്ര പ്രയാസപ്പെട്ടാലും ശരി, വതഹക്കമ സുൽത്താനു ശഹ്വതി വൽ ഇറാദ, അവന്റെ ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛയും അവന്റെ ഉദ്ദേശങ്ങളുമെല്ലാം അതിന്റെ അധികാരം എത്ര അവനെ കീഴ്പ്പെടുത്തിയാലും ശരി, യഖൂൽ, അവൻ പറയും, യാ നഫ്സു ഇസ്ബിരി, ആ ബുദ്ധി അവനോട് പറയും, ഈമാൻ അവനോട് പറയും, യാ നഫ്സു ഇസ്ബിരി ഇസ്ബിരി, ക്ഷമിക്ക്, കുറച്ചുകൂടി കഴിയട്ടെ, നിനക്ക് എന്തുണ്ട്? രക്ഷയുണ്ട്, കാലാകാലത്തെ ആസ്വാദനം നിനക്ക് വരാൻ പോവുകയാണ്, സ്വർഗം നിനക്ക് വരാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കവി പറഞ്ഞതുപോലെ, ഫമാഹിയ ഇല്ലാ സാഅത്തുൻ സുമ്മ തൻഖലി വയദ്ഹബു ഹാദാ കുല്ലഹു വയസൂലു. ഫമാഹിയ ഇല്ലാ സാഅത്തുൻ സുമ്മ തൻഖലി, ഇതെല്ലാം, ഈ പ്രയാസങ്ങളെല്ലാം ഒരു മണിക്കൂർ നേരമാണ്, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഇതിപ്പോൾ അവസാനിക്കും, ഈ പ്രയാസങ്ങളെല്ലാം ഇപ്പൊ അവസാനിക്കും. വയദ്ഹബു ഹാദാ കുല്ലുഹു വയസൂൽ, ഇതെല്ലാം ഇപ്പൊ തന്നെ നീങ്ങിപ്പോകും. അതെല്ലാം ശാശ്വതമല്ല, ഈ ദുനിയാവ് ശാശ്വതമല്ല, നീ കുറച്ചുകൂടി ക്ഷമിക്ക്,
നിനക്കെന്ത് ചെയ്യും? ശാശ്വതമായ സൗഭാഗ്യങ്ങൾ, ആസ്വാദനങ്ങൾ, സന്തോഷങ്ങൾ ലഭിക്കാനിരിക്കുന്നു എന്നെന്ത് ചെയ്യും? ബുദ്ധി അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ്റെ ഈമാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നഫ്സ് എന്ത് ചെയ്യും? അവനെ ഈ പറയുന്ന രീതിയിൽ റാഹത്തിലേക്ക്, അല്ലെങ്കിൽ സന്തോഷത്തിൽ, ആജിലായ നൈമിഷികമായ സന്തോഷത്തിലേക്കും ലദ്ദത്തിലേക്കും അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമല് ചെയ്യാൻ അള്ളാഹു നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കാനും അവനെ സ്നേഹിക്കുന്നവകളെ സ്നേഹിക്കുവാനും അവൻ വെറുക്കുന്നതിനെ വെറുക്കുവാനും അള്ളാഹു നമ്മൾക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.